തോമാനിൻ പുണ്യദിനം ഓർമ്മകളുണരും ദുഃഖാന തോരാമഴയത്താറുകളിൽ എത്തിച്ചേർന്ന നമ്മുടെ വികാരിയച്ഛൻ റെവറൻ ഫാദർ ജോർജ് എടക്കൽത്തൂരച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ സ്നേഹം നിറഞ്ഞ കൊച്ചച്ഛൻ മേജോ അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ പ്രൊമോട്ടേഴ്സായ റെവറൻ സിസ്റ്റർ ഷാജി എസ്എൽഎംഐയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന കൈക്കാരന്മാരെയും സിജോയെയും ഈ യൂണിറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് യൂണിറ്റുകളിൽ നിന്നും എത്തിച്ചേർന്ന പ്രസിഡന്റുമാരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയുമാണ്. ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലിൻസി. ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം കടലും താണ്ടിയണഞ്ഞു മാർത്തോമാ മാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ അരുമ ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂവിന് റൂഹ നൽകിയ സെന്റ് തോമസ് യൂണിറ്റിൻ്റെ ഭാരവാഹികളെ, സ്നേഹമുള്ള സെന്റ് തോമസ് യൂണിറ്റിൻ്റെ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള കുട്ടികളെ, ഒരു യൂണിറ്റിൻ്റെ വാർഷിക റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല യൂണിറ്റ് സെന്റ് തോമസ് യൂണിറ്റാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് അവിടെ പറഞ്ഞില്ല, കുറേയേറെ പ്രവർത്തനങ്ങൾ വായിച്ചു. അതൊക്കെ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുന്ന പ്രവർത്തനങ്ങളാണോ എന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ് മാത്രമേ ഉണ്ട്. ഇവിടെ 7 മണിക്ക് നമുക്ക് മീറ്റിംഗ് തുടങ്ങാൻ തന്നെ അച്ഛനോട് പറഞ്ഞു ഇന്നല്ല അടുത്ത ആഴ്ചയാണ്. കാരണം ആളിലൊക്കെ വിട്ടുന്ന ഒരുങ്ങി വരുന്നുള്ളൂ, ഒരാഴ്ച എടുക്കും ഇവിടെ എത്താനായിട്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ചയായിരിക്കും മീറ്റിംഗ് എന്ന് അച്ഛനോട് പറയുണ്ടായി. ഞങ്ങൾ വന്നില്ലെങ്കിൽ ഇപ്പോഴും തുടങ്ങില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അവിടെ 2 പ്രാവശ്യം യൂണിറ്റ് മീറ്റിങ്ങിന് വന്നു. 2 പ്രാവശ്യം വന്നില്ലേ? 2 പ്രാവശ്യം അവിടെ യൂണിറ്റ് മീറ്റിങ്ങിന് വന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ 5 മാസമായി ഞങ്ങൾ ഇന്നേക്കോട് വന്നിട്ട് ഇവിടെ ഇപ്പോഴേക്ക് എത്തിയിട്ട് ഏറ്റവും ശക്തിയായി പ്രവർത്തിക്കേണ്ട ഒരു പ്രവർത്തന മേഖലയാണ് കുടുംബ കൂട്ടായ്മ. ഞാൻ കുറച്ചിനോട് ഇപ്പോഴും പറയാറുണ്ട്, ഏറ്റവും വീക്കായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ഇടവകയിലെ കുടുംബ കൂട്ടായ്മ. അതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടായാലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികാരമാണ് എനിക്ക് തോന്നിയത്. ഈ വാർഷിക ആഘോഷിക്കുമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് വിലയിരുത്തണം. 4 തരം ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കുടുംബ കൂട്ടായ്മ വാർഷിക ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളത്. ഒന്നാമത്തെ ബന്ധം, കുടുംബ കൂട്ടായ്മയിലൂടെ കുടുംബാംഗങ്ങളും ഈ യൂണിറ്റിൽ അംഗങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ വളരണം, യൂണിറ്റ് അംഗങ്ങളുള്ള ബന്ധം എങ്ങനെ വളരുന്നുവെന്ന് വിലയിരുത്താനുള്ള അവസരമാണ്. നമ്മൾ ഒന്നിച്ചുകൂടി പള്ളിയിലൊക്കെ വന്ന് കാണുന്നുണ്ട്. കുറച്ച് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുണ്ടി അഴിമണിക്കും അറിഞ്ഞു കൂടി പോണവരെ നമ്മുടെ പള്ളികൾ കാണുന്ന എങ്ങനെയാണ്. കുർബാന കഴിയില്ല. പണ്ടൊക്കെ കുർബാന കഴിയുമ്പോഴേക്ക് ആൾക്കാർ കൂടി ഇരുന്ന് ഇറച്ചി വാങ്ങാനായിരുന്നു. ചിറ്റാട്ട പള്ളിയിലൊക്കെ ആളുടെ അമ്മപ്പള്ളിയുടെ അച്ഛമ്മയുടെ ചിറ്റാട്ടൊക്കെ ഞാൻ അരപള്ളിയിൽ നിന്ന് ചിറ്റാട്ടിലേക്ക് പോകുമ്പോൾ നേരത്തെ പോയില്ലെങ്കിൽ ഇറച്ചി കിട്ടാനായിട്ട് നേരമായി പോകും. അതുകൊണ്ട് കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ ഇറങ്ങി ഓടിയിട്ട് വേണം ഇറച്ചി വാങ്ങാനായിട്ട് ക്യൂ നിൽക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തണ കാരണം ഇറച്ചി വാങ്ങാൻ കൊണ്ട് ബുദ്ധിമുട്ടുമില്ല. എല്ലാ സാധനവും വീട്ടിലേക്ക് എത്തണ കാരണം കൊണ്ട് വേണ്ട സമയമുണ്ട്. കുർബാനയ്ക്ക് എവിടേക്കിനാ ഇറങ്ങി ഓടിപ്പോണം എന്നുള്ളതാണ്.
ഒരാഴ്ചയിൽ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ പരസ്പരം കാണാനും വന്ന ആളുകളൊക്കെ പരിചയപ്പെടാനൊക്കെ ഉള്ള നല്ല അവസരങ്ങളാണ്. ഞാൻ പുത്തമ്പള്ളിയിലായിരുന്നപ്പോൾ ഇവിടെ പുറത്തിറങ്ങി നിൽക്കും. പോണ ആൾക്കാരൊക്കെ ഓരോ ആളുകളേക്ക് ഒരു പരിചയക്കാരനോട് വിളിക്കുന്നത് എന്താ വെച്ചാൽ ഒന്നുമല്ല, ഓടി പോകണ്ടേ, കാരണം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാൻ കഴിഞ്ഞിട്ട് വിളിച്ചതാണെന്ന് പറയാറുണ്ട്. പക്ഷെ കഴിയുമ്പോഴേക്കും എന്തോ കിട്ടിയോടെ ഓടുകയാണ്. രാവിലെ നോക്കുമ്പോൾ വ്യാഴപാതയുടെ അടുത്തേക്ക് ഓടി വരുന്ന വരവ് കണ്ട് തോന്നും എന്തോ അവിടെ നിധി ഇരിക്കേണ്ടത്, അത് ഏറ്റവും നേരത്തെ പോയിലെ കിട്ടുള്ളൂ എന്ന് എഴുതി എടുക്കാൻ വേണ്ട പോലെ ഓടി വരണതാണ്. വന്ന് അതേ സ്പീഡിൽ തിരികെ പോകണം. അപ്പോഴാണ് ഞങ്ങൾ വിളിക്കുന്നത്, എത്ര സ്പീഡിൽ എവിടേക്ക് പോകണേ, കട തുറക്കണം, അവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ നമ്മൾ പള്ളിയിലേക്ക് എത്തുമ്പോൾ വളരെ സ്ലോയിലി പള്ളിയിലേക്ക് വരികയും അടിയമ്പേറ്റ സ്പീഡിൽ പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് നമ്മുടെയൊക്കെ ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരിലത് കാണുന്നത് എനിക്ക് ഓർമ്മ തോന്നുന്നു. അതുകൊണ്ടും കൂടി ഒരു കുടുംബമായിട്ട് കൂട്ടായ്മയിലൂടെ ഈ ബന്ധം വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുകയാണ് ഒന്നിച്ച് കൂടുമ്പോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിറ്റിൽ എല്ലാവരും അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? എല്ലാവരും അറിയാലോ, എല്ലാ വീട്ടുകാരെയും അറിയാൻ ചോദിക്കുന്നു. അങ്ങനെ അറിയാനുള്ള അവസരമാണ് യൂണിറ്റിൻ്റെ മീറ്റിങ്ങുകളും ഈ വാർഷികാഘോഷത്തിൽ അതെങ്ങനെ ബന്ധം വളരുന്നതെന്ന് ഓർത്ത് നോക്കാനായിട്ട്. ഈ കുടുംബത്തിലെ യൂണിറ്റിലെ കുട്ടികളെ നമുക്കറിയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുട്ടികൾ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലോ ആഗ്രഹിക്കാത്ത സ്ഥലത്തോ കാണുമ്പോൾ എൻ്റെ മോനിവിടെ ചോദിക്കാനായിട്ട് ധൈര്യം ഉണ്ടെന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. നമുക്ക് നേരിട്ട് അറിയുകയാണെങ്കിൽ നീന്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കാനുള്ള സാധിച്ചാൽ നമ്മുടെ ബന്ധം വളരെ വലുതാണ്. ആ രീതിയിലെ ഒരു പേഴ്സണലായിട്ട് ബന്ധം ഉണ്ടാകേണ്ടത്. ഞങ്ങൾക്ക് അതുപോലെ ബന്ധം നിങ്ങളായിട്ട് ഉണ്ടാകേണ്ടതാണ്. കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് പരിചയമുണ്ടോ, ഇത്ര നാളായതുകൊണ്ട് അധികം ആൾക്കാരാണ് പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പേര് ഓർക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നു. രണ്ടാമത്തെ ബന്ധം നമ്മൾ യൂണിറ്റിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള ബന്ധം. ഇവിടെ മറ്റ് മതസ്ഥരായ ആളുകൾ നിങ്ങളുടെ ഏരിയയിലൊക്കെ ആളുകളുണ്ട്. അവർ നമ്മൾ അറിയോ, നമ്മൾ കാണുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് എന്ത് പറയാൻ സാധിക്കും. ഒരു പള്ളിയിൽ പോകുന്നു, വീട്ടിൽ പ്രാർത്ഥിക്കുന്നു ഉണ്ട്. നമ്മുടെ പെരുമാറ്റത്തിൽ എന്ത് പ്രത്യേകതയാണ് അവരിൽ നിന്ന് പ്രത്യേകതയായിട്ട് നമ്മളിലവർ കാണാൻ കഴിയുക. ഒരു വിറ്റ്നസിങ് ഒരു വാല്യൂ നമുക്ക് ഉണ്ടാകേണ്ടതാണ് നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലെ. അപ്പോഴാണ് കുടുംബ കൂട്ടായ്മയിലൂടെയും ഞായറാഴ്ച ആഘോഷത്തിലൊക്കെ നമുക്ക് അനുഗ്രഹം പ്രാപിച്ചെന്ന് പറയാൻ കഴിയുക. മൂന്നാമത്തെ ബന്ധം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം. ഇത് ആദ്യം പറയേണ്ടതാണ്. കുടുംബ കൂട്ടായ്മയിലൂടെ മാത്രമല്ല, കുടുംബാംഗങ്ങളുള്ള ബന്ധം എങ്ങനെയുണ്ട്? നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാകുമോ? ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാകുമോ? ഒന്നിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാകുമോ? മക്ക പറയുന്നുണ്ട്, അടുത്ത് പറയുണ്ടായിരുന്ന എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. എന്താണ് ദിവസം വിദ്യാലയങ്ങളിലുണ്ടായ, കോളേജിലുണ്ടായത്, ജോലി സ്ഥലത്തുണ്ടായതൊക്കെ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കണം. അതിനെ ഇരുന്ന് കൊടുക്കാനായിട്ട് കുട്ടികൾ തയ്യാറാവണം, പങ്കുവയ്ക്കാനായിട്ട് കുട്ടികൾ തയ്യാറാകണം. എന്തെങ്കിലുമൊക്കെ സംസാരത്തിലെ അപാകതകൾ, ശരിയാത്ത കാര്യങ്ങൾ കേൾക്കാനായിട്ട് സംസാര രീതിയിൽ നിന്ന് കേട്ടാൽ ഇവിടെ തിരുത്തി കൊടുക്കാനായിട്ടും അന്വേഷിച്ചിട്ട് ശരിയായ വഴി എന്താണെന്ന് നോക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കടമയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വലിയ ന്യൂസ്, 13 വയസ്സായ പെൺകുട്ടി, അവരുടെ ക്ലാസ്മേറ്റ്സ് 5-6 പേര് കൂടി ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. അത് നുണ പറഞ്ഞതാണെന്ന് പിന്നീട് പറയണ്ടേ. വലിയ എല്ലാ ചാനലിലും ആ ന്യൂസ് തന്നെയാണ്. അവസാനം പറയുന്ന കുട്ടി നുണ പറഞ്ഞതാണെന്ന് വാക്ക് പറയണ്ടേ. അപ്പോൾ കൂട്ടുകാരെ ആയി പോകുമ്പോൾ നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങളാണത് അന്വേഷിച്ചറിയേണ്ടത്. ശരിയായ രീതിയിലുള്ള ബന്ധം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമല്ലോ എന്ന് വിലയിരുത്തേണ്ടതാണ്. പിന്നെ വ്യക്തിപരമായിട്ട് ദൈവമായുള്ള ബന്ധം, നമ്മുടെ കുടുംബപ്രാർത്ഥനയിൽ പങ്കുചേരാൻ, കൂതാശയിൽ പങ്കുചേരാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു, ഇതൊക്കെ ഒരു ആത്മശോധന ചെയ്യാനുള്ള അവസരമാണ് ഈ വാർഷികാഘോഷം. അങ്ങനെ ഒന്നുകൂടി പരിശോധിച്ച് ആത്മശോധന ചെയ്ത് ഒന്നുകൂടി ബന്ധത്തിൽ, 4 തരം ബന്ധത്തിൽ കൂടുതൽ വളരാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടുകൂടി ഈ സെന്റ് തോമസ് യൂണിറ്റിന്റെ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. യൂണിറ്റ് പ്രസിഡന്റ് കൈകാരനായിട്ടുള്ള സിജോചേട്ടൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇവിടെ ആയിരിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം നമ്മളൊരു യൂണിറ്റിൻ്റെ വാർഷികം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം പകരുന്ന സമയം കൂടിയാണ്. എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് വന്ന് ഒരുപോലെ പ്രവർത്തിച്ച് അങ്ങനെ ഒരുമിച്ച് കൂടിയായിരിക്കുമ്പോഴാണ് നമ്മുടെ യൂണിറ്റ് വാർഷികങ്ങളൊക്കെ വളരെയധികം മനോഹരമായിട്ട് തരികയുള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ, ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ആരെയും കണ്ടിരുന്നില്ലേ. കാര്യം പറഞ്ഞതിൻ്റെ അടുത്താഴ്ചയായിരിക്കും
മറ്റേ യൂത്ത് വാർഷികവും. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളുകളെല്ലാവരും ഞങ്ങളെത്തിയിട്ടുണ്ട്. കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴാണ് മനോഹരമായി തീരുക എന്ന് പറയുന്നതിന് എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ഡെഫിനിഷൻ എങ്ങനെയാണ്? കുടുംബൊഴിയുമ്പോഴുള്ളതാണ് കുടുംബം എന്നുള്ളത്. എപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരേ മനസ്സോടെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വളരെയധികം സന്തോഷവും മനോഹാരിതയും കടന്നു വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ ഇമ്പം എപ്പോഴാണ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരുമ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുവാനായിട്ട് സമയമില്ലാതായി തീരുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു ഇമ്പം നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന സമയമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് നടക്കുന്ന സംഭവം ഇത് തന്നെയാണ്. ഒരുമിച്ച് ഉണ്ടാകുന്നത് വളരെ ചുരുക്ക സമയങ്ങളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ പറഞ്ഞൊരു സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റാതെ പോകുന്നത്. തിരക്കുകളുടെ ഇടയിൽ വിട്ടു പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബത്തെ മറന്നുള്ള ഒരു പ്രവർത്തനം കടന്നു വരുമ്പോൾ ഈ പറഞ്ഞ ഇമ്പം ഇല്ലാതായി പോവുകയും. സ്നേഹമുള്ളവരെ, എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കുടുംബത്തിലെ ഇമ്പം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പരിശ്രമിക്കും. കാരണം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുക എളുപ്പമല്ല. അതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് സംസാരിക്കാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, പ്രതിസന്ധികളിൽ ഒരുമിച്ച് മുന്നേറാനായിട്ടൊക്കെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമത്തിൽ രൂപപ്പെട്ടിട്ടുള്ള യൂണിറ്റ് കൂടിയാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹ ഇപ്പോഴും ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടെ, ധീരതയോടുകൂടെ, ചൈതന്യത്തോടുകൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. ആ വിശുദ്ധൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വേണം, അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും വേണം. അപ്പൊ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ വിശ്വാസ ജീവിതം നയിക്കാൻ, നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ഈ ആഘോഷങ്ങളൊക്കെ ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തി. നീ വഴി
ഡിവോഷൻ സോങ്ങാണ്. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ തായി. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ തായി, കാണുന്നെൻ്റെ തായി. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊങ്ങുകൻ ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊങ്ങുകൻ ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ. കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ തായി, കാണുന്നെൻ്റെ തായി, കാണുന്നെൻ്റെ തായി.
ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, എല്ലാ കുടുംബങ്ങളിലുള്ള എല്ലാ അംഗങ്ങൾക്കും വിശുദ്ധ തോമസ് സ്ലീഹായുടെ ആഘോഷിക്കുന്ന ഈ വേളയിൽ, തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും പറയേണ്ടതെന്നുള്ളതൊന്നും പറയേണ്ടതാണ്. നമ്മുടെ ഇടവകയിലെ ഏതൊരു മത്സരം വെച്ചാലും അതിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കൊണ്ടുവന്ന ഒരു യൂണിറ്റ് ആയിരുന്നു സെന്റ് തോമസ് യൂണിറ്റ്. ഞങ്ങളൊക്കെ ഭയങ്കര കോമ്പറ്റീഷനൊക്കെയാണ്. ഞങ്ങൾ ഇത് ഏഴിലൊക്കെ തെറ്റാറില്ല, എങ്ങനെ വന്നാലും ഇത് കോമ്പറ്റീഷൻ എന്നാണ്. അതുപോലെ തന്നെ എല്ലാ സംഘടനയിലും ഇതില് ഭാരവാഹികളായിട്ട് എല്ലാവരും ഉണ്ടാവാറുണ്ട്. നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്, ബാക്കിലല്ല ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും കുടുംബത്തിൽ നിന്ന് ഓരോ അംഗങ്ങളിലും, ഒരു കുടുംബത്തിൽ നിന്ന് ഓരോ അംഗങ്ങളിലും ഏതൊരു പ്രവർത്തനങ്ങളിലും, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ നവംബറിലെ തിരുനാൾ വരുന്നുണ്ട്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ചാൻസുകൾ വരുന്നുണ്ട്. അപ്പൊ അതിലെല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ ഒരു വലിയൊരു കൂട്ടായ്മയായി മാറാനായിട്ട് എല്ലാവരും സാന്നിധ്യം ഉണ്ടാവണമെന്ന് പറയുകയാണ്. പറഞ്ഞുകൊണ്ട് തോമസ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നവരെ എല്ലാവർക്കും കൈക്കാരന്മാരുടെയും ദൈവാലയത്തിന്റെയും പേരിൽ ആശംസകൾ നേരുന്നു. മറ്റു നമ്മുടെ പ്രൊമോട്ടർ സിസ്റ്റർമാർ എല്ലാവരുടെ ആയിട്ട് ആദ്യമായിട്ടാണ് കുറെ നാളിന് ശേഷം നമുക്കൊരു ദുഃഖാന ദിവസം അല്ലാത്തൊരു ദിവസം നമ്മൾ ആഘോഷം വെക്കണത്. സാധാരണ ഇപ്പോൾ സെന്റ് തോമസ് ഡേ നമുക്ക് ആ ഒരു ദിവസം ഒഴിഞ്ഞു കിട്ടും. ആ ദിവസം നമുക്ക് നല്ല മഴ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം പതിവ് തെറ്റിയത് മഴ പെയ്തെങ്കിലും നമുക്ക് ആ ദിവസം പരിപാടി നടത്താനായിട്ട് അന്ന് വെള്ളിയാഴ്ച നമ്മുടെ കഞ്ഞി അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മാറ്റേണ്ടി വന്നു. അത് കാരണം കൊണ്ട് മഴ ഒഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണെന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ട്. പിന്നെ നമ്മൾ സിസ്റ്റർ പറഞ്ഞ പോലെ അന്ന് നമ്മുടെ പരിപാടി നടത്തുമ്പോൾ നമ്മുടെ യൂണിറ്റിന്റെ അംഗസംഖ്യ കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ കുറഞ്ഞ് 34, 33 വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷമം നമ്മുടെ അംഗങ്ങളിലെല്ലാത്തും ഒരു ഇതുണ്ട്. നമുക്ക് പരിപാടി നടത്താനും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ. പിന്നെ നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ഇതിന് പരിപാടികൾ ഫണ്ട് പിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ അതിനൊന്നും നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ എടുക്കാൻ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് ഈ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാൻ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിലേക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് ആകെ ചെയ്യാനായിട്ട്. ഈ പരിപാടിയിലേക്ക് ഇന്ന് നമുക്കൊന്ന് വന്നാൽ നമ്മുടെ വലിയച്ഛൻ കോളേജിന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഒച്ചച്ഛൻ വൈദ്യച്ഛൻ നമ്മുടെ പരിപാടി അച്ഛൻ്റെ ഭാഗത്തുനിന്നൂടെ പരിപാടി കളർഫുള്ളാക്കാൻ അച്ഛൻ ഒരു പാട്ടൊക്കെ പാടി നമ്മൾ സന്തോഷിപ്പിച്ചു. അച്ഛനും നന്ദി, പ്രത്യേകം നന്ദി. അതുപോലെ നമ്മുടെ പ്രൊമോട്ടേഴ്സ്മാർ ഷാജി സിസ്റ്റർ എല്ലാവർക്കും എൻ്റെ നന്ദി. നമ്മുടെ ക്ഷണതീർച്ചയായിട്ടുള്ള നമ്മുടെ കൈക്കാരൻ പ്രതിനിധിയായിട്ടുള്ള സിജോ, പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഇന്നൊന്നുമില്ല. സാധാരണ നമ്മൾ കൈക്കാരന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നേരത്തെ വന്ന് അവർ പരിപാടി നടത്തി പോകാറുള്ളത്. പക്ഷെ പുള്ളി കാര്യങ്ങളിലെല്ലാം നമ്മുടെ കൂടെ നിന്ന് ചെയ്യാനായിട്ട് സഹകരിക്കുന്ന നമ്മുടെ സിജോന് പ്രത്യേകം നന്ദി. അതുപോലെ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ്, നമ്മൾ സ്ത്രീ, എനിക്ക് തോന്നുന്നു നമ്മുടെ യൂണിറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സ്ത്രീ നമ്മുടെ പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ ആകുമ്പോൾ ആൾക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ നിസ്സാര സമയം കൊണ്ട് തന്നെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ യൂണിറ്റിന്റെ ഒറ്റയ്ക്ക് കൊണ്ടുനടക്കാനുള്ള ഒരു കഴിവിലേക്ക് എത്തിയിരിക്കുന്ന റിൻസേച്ചിക്ക് പ്രത്യേകം നന്ദി. അതോടൊപ്പം മറ്റ് യൂണിറ്റിലെ പ്രസിഡന്റുമാര്, നമ്മുടെ കൺവീനർ ബാബുവേട്ടൻ, എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി. ഈ അവസരത്തിലൂടെ എത്തിച്ചേർന്നതിന് എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ എല്ലാ പരിപാടികൾക്കും സഹകരിക്കുകയും എന്നോട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾക്ക് പ്രത്യേക നന്ദി.